ഹായ് PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മളുടെ ഒരു ബുക്ക് റിവ്യൂയുടെ വീഡിയോ ആണ്. ആസ്ത അക്കാഡമി ഈയിടെയായിട്ട് പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് ബുക്സ് ഉണ്ടല്ലോ, അതിൽ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടൊരു 4-5 ദിവസം ആവുന്നേ ഉള്ളൂ, അപ്പോഴേക്കും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 ദിവസം ആവുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ. അപ്പം എനിക്ക് തലേ ദിവസം വൈകിട്ടാണ് കിട്ടിയത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും, രാത്രി വീഡിയോ എടുത്താൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ, പൊട്ടിക്കാതെ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വേഗം രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ബുക്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. സുപ്രധാന നിയമങ്ങളും ധനതത്വശാസ്ത്രം, അതായത് നമ്മുടെ എക്കണോമിക്സും ഇമ്പോർട്ടൻ്റ് ആക്ട്സും. ഇതിപ്പോൾ മെയിനായിട്ട് 10th ലെവൽ മെയിൻ എക്സാമിനൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ കേട്ടോ. അപ്പോൾ ഇതിലിതാ ഇങ്ങനെ കണ്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ എക്സാമിനും എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് CPO അതേപോലെ ഡിഗ്രി ലെവലിനൊക്കെ എക്കണോമിക്സിന്റെ സിലബസ് എന്താണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അറിഞ്ഞ് നമുക്ക് പഠിക്കാനും പറ്റും. പിന്നെ ചോദ്യോത്തര രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചില ചോദ്യങ്ങൾക്ക് ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ, 1-2 പോയിന്റൊക്കെ. അങ്ങനെ ഇതിപ്പോൾ നമുക്കൊരു റിവിഷൻ പോലെയൊക്കെ എക്സാമിന്റെ തലേ ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബുക്കിന്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 എണ്ണം കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരെണ്ണത്തിന് 100 രൂപയും ഒരെണ്ണത്തിന് 110 രൂപയാണ്. പക്ഷെ ഞാൻ കോംബോ ആയിട്ട് എടുത്തപ്പോൾ എനിക്ക് 180 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പലതരം കോംബോകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ബാക്കി ബുക്സും ഇതിന്റെ ആ ഒരു അട്ടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഏതൊക്കെ ബുക്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബുക്കിന് പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചോദ്യോത്തര രീതിയിലാണ്, എളുപ്പം വായിച്ചിട്ട് പോകാട്ടോ. നമുക്കൊരു 1-2-3 ദിവസത്തിലൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കാം ഒരു ബുക്ക്. നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും കേട്ടോ വായിക്കുന്നതിന്റെ. അപ്പോൾ ഈ സുപ്രധാന നിയമങ്ങളൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഇത് വാങ്ങിയത്. അതേപോലെ എക്കണോമിക്സും നമ്മൾ 10th ലെവൽ മെയിൻസിലേക്കും ഡിഗ്രി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വരുമ്പോൾ നമുക്ക് എഴുതാമല്ലോ. പിന്നെ വലിയ വിലയൊന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ ഇതിന്റെ ഏറ്റവും നല്ലൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അഡീഷണൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടാൽ അത് നമുക്ക് എഴുതി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. അങ്ങനെ നല്ലൊരു ബുക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ, ചെറിയ വിലയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ആ ഒരു സബ്ജക്റ്റ് വാങ്ങാം. ഞാനിപ്പോൾ എനിക്ക് എക്കണോമിക്സ് കുഴപ്പമില്ല, എങ്കിലും നമ്മൾ ഡിഗ്രി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു കോംബോ വാങ്ങിയത്. ഇതല്ലാതെ വേറെയും ബുക്സ് ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വാങ്ങാം. അവർ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. വാട്സപ്പിലൂടെയാണ് കേട്ടോ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്പറിൽ. അങ്ങനെ അപ്പം നമുക്കിത് എക്സാമിന് തലേ ദിവസം വായിക്കാനാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നി. പിന്നെ ഏതൊക്കെ എക്സാമിൽ വരുന്നതാണ് അങ്ങനത്തെ, അതായത് എക്സാമിന്റെ സിലബസ്, നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് എക്സാമിന്റെ സിലബസിൽ ഓരോ എക്സാമിന്റെയും CPO അതേപോലെ ഡിഗ്രി ലെവൽ 10th മെയിൻസ് LDCക്കൊക്കെ വരുന്നത് ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ. അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൽ റിലേറ്റഡ് ഫാക്ട്സ് അങ്ങനെ ഒരുപാടില്ല. അപ്പം നമുക്ക് കൂടുതൽ റിലേറ്റഡ് ഫാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ബുക്സ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് നമുക്ക് നോട്ട് ചെയ്തിട്ട് അതിൽ നിന്നും പഠിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ സെർച്ച് ചെയ്തിട്ട് മുഴുവനായിട്ട് കണ്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയ ബുക്കാണ്, നമുക്ക് എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകാം അല്ലേ. ബുക്സ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ്സിലിരുന്ന് വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകണമെങ്കിലും നമ്മൾ യാത്ര പോകുന്ന സമയത്തൊക്കെ കൂടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പാർട്ട്. അതായത് നമ്മുടെ ബാഗിലൊക്കെ വെക്കാൻ പറ്റിയ അത്രയേ ഉള്ളൂ ബുക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ വായിച്ച് തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം റിവിഷൻ ചെയ്ത് സെറ്റാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മാർക്ക് മിസ്സാക്കാതെ എഴുതുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ബുക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.